അപ്പോഴേ കുവൈറ്റ് ഉസ്താദിന് എന്നാ പണിയാണെന്നാ പറഞ്ഞേ? വെള്ളമടി. വെള്ളമടിയോ? അവിടെ ഒന്നും പാടില്ലെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ആര് പറഞ്ഞു? അവിടെ കൂടുതലും വെള്ളമടിക്കുന്നത് മലയാളികളാണല്ലോ. എത്ര പേരെ നമുക്കറിയാമെന്നറിയോ? നമ്മൾ വെളുപ്പിന് 5 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് ഒരു 7-7:30 വരെ നിർത്താതെ ഒരേ അടിയാ. ഇങ്ങനെ തുടരെ അടിച്ചാ കാഞ്ഞു പോകത്തില്ലേ? എന്ന് വെച്ച് അടിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു ദിവസം ഞാൻ വെള്ളം അടിച്ചില്ലെങ്കിൽ അവന്മാർ എന്നെ എടുത്തിട്ട് അടിക്കും. ഇങ്ങനെ വെള്ളമടിച്ചല്ലേ ഞാൻ സുക്കാ പൈൽവാനായി പോയത്. അതെന്താ നിങ്ങളെ കൊണ്ട് വെള്ളം അടിപ്പിക്കണമെന്ന് അറബികൾക്ക് ഇത്ര വാശി? വാശിയല്ല, നമ്മൾ ടാങ്കറിൽ വെള്ളം കൊണ്ട് കൊടുത്താലല്ലേ അവർക്ക് കുടിക്കാനും കുളിക്കാനും വെള്ളം കിട്ടുള്ളൂ. അപ്പോ ടാങ്കറിൽ വെള്ളം അടിക്കുന്ന കാര്യമാണോ പറഞ്ഞേ? പിന്നല്ലാതെ. ഞാൻ വിചാരിച്ചു സ്മാൾ അടിക്കുന്ന കാര്യമാണെന്ന്. സ്മോൾ ആദ്യമൊക്കെ കാറാമല്ലേ. എടാ ഉസ്താദേ, നീ ആ റോട്ടിൽ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തന്നെ. ഇവിടുത്തെ പൈപ്പിൽ വെള്ളമില്ല. ഞാൻ ഇവിടുത്തെ ഡ്രൈവറാ, വെള്ളടിക്കാൻ വന്നതല്ല. നിന്നോട് വെള്ളടിക്കാനല്ലേ പറഞ്ഞേ? ആ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ കുവൈത്തിൽ ടാങ്കറിൽ വെള്ളം അടിച്ച് നടന്നവനാ. അത് പറ്റാഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇനി ഇവിടുന്ന് വെള്ളം അടിക്കാൻ പറഞ്ഞാലല്ലോ അത് നടക്കുന്ന കാര്യമല്ല കേട്ടോ. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലേ തന്നെത്താനെ പോയി കോരണം. ഡ്രൈവർമാരുടെ ഡ്യൂട്ടി അല്ല വെള്ളം കോരലും മറകോട്ടിലും ഒക്കെ. എടാ നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നൊക്കെ ഇടപാടൊന്നും വിളിക്കുന്നത്. ചെറുപ്പക്കാരായുള്ള നമ്മളോട് പറയും പോലെ പ്രായം ചെന്നവരോട് പറഞ്ഞ അവർക്ക് രസിക്കോ? കേട്ടോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും യൂണിയൻ അല്ലേ? വാടാ, ഞാൻ കളി പഠിപ്പിച്ചാരാടാ. എടാ സർദാർജീനെ വരച്ച വരെ നിർത്തിയോളാടാ ഈ ഖത്രീന്. പിന്നെ 2 ചോട്ടകള് പാകല്ലോ. അതെന്നാ പറഞ്ഞിട്ട് പോയത്? നമുക്ക് ഭ്രാന്താണ്. ഭ്രാന്ത് ഞങ്ങൾക്കല്ല, നിങ്ങളുടെ തള്ളക്കാ. എന്താണ് കുത്തേ? പാകൽ തുമാരി മാഹേ ഓർ ഏക് ബാർ ബുലാഹേത്തോ നിന്റെ പല്ലടിച്ച് ഞാൻ കൊഴിക്കും. എന്താണൊന്നും ഉണ്ടാത്തത്? കാണിച്ചത് ഞാൻ. ये बुड्ढी हिंदी में गाली देता है, धैर्य मलयालम बोलो. देखेगा बंदर, बंदर की बच्ची कोरंगती. क्या बोलते हो? ശരിയാ പറഞ്ഞു. നീ എന്ത് മനസ്സിലാക്കി? വിട്ടില്ല. എന്റെ മാതാവേ എനിക്ക് വയ്യായേ, എന്റെ ഈശോ, എന്റെ അമ്മേ എനിക്ക് വയ്യേ. എടത്തി, പനി എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഇല്ല റോയി കുഞ്ഞേ, ഇതെന്നെയും കൊണ്ടേ പോവുള്ളൂന്ന് തോന്നണേ. പേടിച്ച് പനി വന്നല്ലേ? ആ ഉസ്താദ് ആളാരാണെന്ന് അറിയാവോ? കുവൈത്തിൽ ഹിന്ദിയിലൊക്കെ കവിത എഴുതിയ ആളാ. അയാളോടൊക്കെ എന്തിനാ ഉടക്കാൻ പോകുന്നത്? മരുന്നൊല്ലും വാങ്ങണം. എന്നത്തിനാ കുഞ്ഞേ? മരുന്നൊന്നും വേണ്ട. റോയി കുഞ്ഞിന്റെ കയ്യിൽ ബ്രാൻഡി ഇരിപ്പുണ്ടോ? എന്നാത്തിനാ? കുരുമള ഇട്ട് 2 പെഗടിച്ചാ പനിയൊക്കെ അങ്ങ് മാറും. ആ ഫസ്റ്റ് മനസ്സിലായി. അപ്പൊ അതിന്റെ ഏനക്കേടായിരുന്നല്ലേ? സാരമില്ല, കിടന്നട്ടെ, കൊണ്ടുതരാം. വേഗം കൊണ്ടുവരണേ. ഇവിടെ ഇരിക്കുന്നു. എന്നതാ കുപ്പി. ഇപ്പൊ എവിടെ എടുത്തോണ്ട് പോകുന്നു? കത്തിരണ്ട് ചേട്ടത്തേക്ക് പനിയാ. 2 പേക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യാനാ? റോയിച്ചാ, എനിക്കൊരു സംശയം. എന്നതാ? ഈയിടെയായിട്ട് റോയിച്ചിനി 2 പെഗെന്നുള്ളത് കൂട്ടുന്നുണ്ടോന്ന്? അയ്യേ, എന്താ രണ്ടുപേരും കൂടി കിച്ചണിൽ കയറിയിരിക്കാൻ? എന്നതാ കയ്യില്? കുറച്ച് പായസം. അയ്യോ, പായസം എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ. ഷൈനി പറഞ്ഞു. ഇന്നെന്താ വിശേഷിച്ച്? വിശേഷമൊന്നുമില്ല, വെറുതെ ഉണ്ടാക്കിയതാ. എനിക്ക് പായസം ഉണ്ടാക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടാ. അല്ലേലും ഈ ക്രിസ്ത്യാനിയൊക്കെ ഇറച്ചിയും മീനും അല്ലാതെ വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ? ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ ഈ തൂശനിലേല് തൊടുകറിയൊക്കെ വെച്ച് ഈ പഴം, പപ്പടം, പായസം ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു ഊണുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വല്ലോ ഇവക്കറിയാവോ? ഞാൻ കണ്ടില്ലേ പച്ച അരച്ചിട്ട് മൊരിക്കുന്നത്. ഓണം വരട്ടെ. ശ്രീദേവി, ഇത് വെറുതെ സുഖിപ്പിക്കാൻ പറയുന്ന കേട്ടോ. ഏയ്, ഞാനുള്ളത് പറഞ്ഞാ. ഞാൻ വരട്ടെ. കണ്ടോടി, എനിക്ക് പായസം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഉണ്ടായിക്കൊണ്ട് വന്നത്. അവള് മുമ്പും അങ്ങനെയാ. ഹോസ്റ്റലിൽ വെച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി ഉണ്ടായിക്കൊണ്ട് വരും. അങ്ങനെയാണോ? അതെവിടെ വയ്ക്ക്. ആ തേങ്ങ ഒന്ന് ചെറിയ. തേങ്ങ തിരിങ്ങാനോ? അല്ലെങ്കിൽ മീനൊന്നും കണ്ടിക്ക്. തേങ്ങ തിരിങ്ങാം. അതായിരിക്കും. എവിടെ തേങ്ങ? ഇതെന്നാ ഉറക്ക? റോയിച്ച, 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 മണി എത്രയെന്നറിയോ? എന്നാ കാപ്പി.
എന്നാ നോട്ടോ ഇത്? റോയിച്ച വേണ്ട, വേണ്ട റോയിച്ച, വേണ്ട റോയിച്ച, വേണ്ട, ശ്ശോ, വേണ്ട. ചേട്ടത്തി, ഒരു കപ്പ് കാപ്പി കൂടി. ആർക്ക്? റോയിച്ചനാ. കാപ്പിയല്ലേ ഇപ്പൊ കൊണ്ടുപോയത്? കാപ്പി മറിഞ്ഞുപോയി. മറിയും മറിയും. ലോകത്താരും കല്യാണം കഴിക്കാത്ത പോലെ ഇങ്ങനെയുണ്ട് ഒരു ഭ്രാന്ത്. വരട്ടെ. എന്തു പറ്റി പിന്നെ? കാപ്പി പിന്നെയും മറിഞ്ഞു വീണു. ആഹാ, ഇനി മറിയൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങത്താ, ഇങ്ങോട്ട് താ, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. എങ്ങനെയുണ്ട് ഒരു മറച്ചില്? ഞങ്ങൾ ഫിഷ് ഒന്ന് നോക്കിട്ട് വരാം. പാടി വാ. മീനൊക്കെ ഞാൻ ഒന്ന് വാങ്ങിച്ചോളാം. വേണ്ട വേണ്ട, ഇത് വേണോ? ഞാൻ കൊഞ്ചുണ്ടോ നോക്കാം. നല്ല നോക്കി മേടിച്ചു. വേണ്ട, വാ. അതൊന്നും എടുത്ത. ഒന്നാണ് ചേച്ചി, 1-ാം ക്ലാസ് മീനാ. പിടയ്ക്കുന്ന മീനാ, ഇപ്പൊ പിടിച്ചിട്ടേ ഉള്ളൂ. 1-ാം ക്ലാസ് മീൻ വായിക്കട്ടെ. ചേച്ചി ഈ മീൻ വില കുറച്ച് തരാം. ഒന്നാട്ടെ 1-ാം ക്ലാസ് മീനാ. ഇത് നോക്കൂ. മീനെന്താ വില? അതിന് 15 രൂപ. പെമ്പിളിരിക്കുന്ന കണ്ണ് കണ്ടൂടെ? മാർക്കറ്റ് ആവുമ്പോ തട്ടേന്ന് മുട്ടേന്നൊക്കെ ഇരിക്കും. മുട്ടു. വേണ്ട വേണ്ട. ഈ മീൻ എന്താണോ വില? അതിന് 25 രൂപ. അതിന് 5 രൂപ. വെറുതെ കിട്ടാൻ പറ്റില്ലല്ലോ. ആലവലാതി. ഓ, എന്തൊരു മുട്ടാവും മുട്ടിയത്. കൊഞ്ചില്ല. അതെ, ഞങ്ങളെടുത്ത് എപ്പോഴും ശല്യപ്പെടുത്തുമെന്ന് പറഞ്ഞില്ലേ? ആ ബ്ലാക്ക് ഷർട്ട് നോക്കണ്ട, ഇവിടെ എങ്ങനെ ഇടിച്ചിട്ട് പോയി. ഓഹോ, നിങ്ങൾ മേടിച്ചു, ഞാൻ ഇപ്പൊ വരാം. എടോ, മീൻ കറക്റ്റ് വില പറഞ്ഞ കിട്ടാ. കുറയ്ക്കാൻ പറ്റത്തില്ല, പറഞ്ഞ വില. സ്ത്രീകളെ ഞോണ്ടുകയും പിക്കുകയൊക്കെ ചെയ്യുന്ന പഴയ നമ്പറാണ്. പുതിയ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാ എനിക്കും കൂടെ പഠിക്കാമല്ലോ. താനാരാ ചോദിക്കാൻ? ശരിയായിട്ടുള്ള ആള് തന്നെ, അതെന്റെ വൈഫാ. ഫീസ് വേണം അല്ലേ? വഴക്കുണ്ടാകണ്ട. ഏയ്, വഴക്കൊന്നുമില്ല. ഒരു സെക്കൻഡ്, നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം.
മുഴുവൻ മീന്റെ നാറ്റം. എത്ര പെർഫ്യൂം അടിച്ചാലും പോകുമെന്ന് തോന്നുന്നില്ല. രാജേട്ടന് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ എന്നെ പറ്റി എന്താ ധരിച്ചിരിക്കുന്നത്? ഞാൻ ഇതൊക്കെ എത്ര കഴിഞ്ഞിട്ടാ ബാങ്കിലോട്ട് കയറിയെന്ന് നിനക്കറിയാവോ? എങ്കിലും റോയ്ച്ചനെ സമ്മതിക്കണം. സിനിമയിൽ കാണുന്ന പോലെ സ്റ്റണ്ട്. കുറച്ചുകൂടെ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ? എന്റെ ദേഹത്ത് മുഴുവൻ തെറിക്കുന്നു. ഞാനിപ്പോ കുളിച്ചിട്ട് ഇറങ്ങിയുള്ളൂ. നീ തേക്ക്. കുറച്ച് നാളുകൂടി ശരീരമൊക്കെ ഒന്ന് അനങ്ങി നിന്നാ. നാന്ന് രാജേട്ടൻ ഇല്ലെങ്കിൽ കാണായിരുന്നു. ഓമർ ഇടിച്ച് ചമ്മന്തിയാക്കിയനെ. അയ്യടാ രാജേട്ടൻ, 5 കൊല്ലം ഞാൻ മലബാർ ഗോപാലൻകുൽക്കയുടെ കീഴിൽ കളരി പഠിച്ചവനാ. അവന്മാര് 3 അല്ല 300 പേര് വന്നാലും ഞാൻ ഒറ്റയ്ക്ക് മതി. ഇരുന്നാട്ടെ. അവന്മാരെ കാണിച്ചെന്ന അവസായത്. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. മതി, എണീക്ക് എണീക്ക് എണീക്കാൻ. നാറ്റുണ്ടോ? നീ നാറ്റുണ്ടോ? ഇല്ലെന്നേ. ഒന്ന് നോക്കിയേ. അയ്യോ, നല്ലപോലെ തേരിച്ചേ, നല്ലപോലെ തേര്. അയ്യോ, ആ ഡയറി പിടിച്ചു നിൽക്കുന്ന ആളെ കണ്ടോ? എവിടെ? കൂടുതൽ ശ്രദ്ധിക്കണ്ട. ആരാ? മാരേജ് ബ്രോക്കർ സുന്ദരേശൻ. എന്നെ കാണുമ്പോഴൊക്കെ ഓടി വരും. വല്ല നല്ല കേസുകളുണ്ടോന്ന് ചോദിച്ചു. കേസുകളോ? ആ, പെൺകുട്ടികളെ. ആ, നല്ല ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ പുള്ളിയുടെ കയ്യിലുണ്ടത്രേ. നിന്നെ കണ്ട ഇപ്പൊ ഒന്ന് ചോദിക്കും കല്യാണം കഴിച്ചാണോന്ന്. ചോദിച്ചാ നീ പറഞ്ഞുതരാ മാരേജ് ചെയ്തിട്ടില്ല. അയ്യോ, പിന്നെ അയാൾ വീട്ടിലേക്ക് കയറി വരും. അത് വരുമ്പോ നോക്കാം. അല്ല, ഈയിടക്ക് അമ്പലത്തിലൊന്നും കാണാറില്ലല്ലോ. ദേവന്മാരൊക്കെ അങ്ങ് മറന്നോ? ഞാൻ നടക്കട്ടെ ചേച്ചി. എന്താ പേര്? ഷൈനി. അതാ നല്ല ഷൈനി. നല്ല ഐശ്വര്യമുള്ള മുഖം. ആരാ? സ്വന്തക്കാരാ? താഴത്തെ ഫ്ലാറ്റ് താമസിക്കുന്നത്. പുതിയതായിട്ട് വന്നാണല്ലേ? അതെ. ഒരു ഡോക്ടർ കേസ് തൊട്ടുണ്ട്. അമേരിക്കയില. കയ്യോടെ പിടിച്ച കാര്യം നടക്കും. ഞാൻ അവരോട് പറയാം. ആ കാര്യം ഞാൻ ഏറ്റെന്നേ. വരട്ടെ വരട്ടെ. നീ സിസ്റ്റർ, ഞാൻ ബ്രദർ. ഇത് വെറും ജോക്കാണേ. രാജ്മോഹൻ, ഇവളുമാരെയൊന്നും വിശ്വസിക്കാൻ പറ്റിയല്ല. അമേരിക്ക, ലണ്ടൻ എന്നൊക്കെ കേട്ടാൽ നമ്മളെ വിട്ടുപോകാൻ വരെ അവർ മടി കാണിക്കത്തില്ല. ആന്ന്. നിങ്ങൾ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നേ? ഞാൻ കൂടെ ഉള്ളപ്പോ തന്നെ ഏതെങ്കിലും ഒരു പെണ്ണിനെ റോയിച്ച് വെറുതെ വിടാറുണ്ടോ? എന്നിട്ട് പറയും വലിയ സൗന്ദര്യ ആരാധകനാണെന്ന്. അല്ലേ? ബ്രോക്കർ ഒന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമില്ല. ഷൈനിയെ കണ്ട കല്യാണം കഴിഞ്ഞതാണെന്ന് ആർക്കും തോന്നൂല, അല്ലേ? ഏതായാലും അയാൾ ഇവിടെ കയറി വരുമെന്ന് ഉറപ്പാ. ഞാൻ മാറിക്കളയും. ഓ, ഒരാളും വേണ്ട. അയാളെ എന്നതാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഏതാണ് കുറച്ചോടെ ബാക്കി? കരച്ചൊരില്ലല്ലോ. ഇതെന്താ? ഒരുത്തൻ മാറുമ്പോ വേറെ ഒരുത്തൻ. ടാറ്റ കമ്പനിയിലെ ഷിഫ്റ്റ് പോലെ. ഞാനല്ല, അവൾ അവിടുന്ന് ഇങ്ങോട്ട് കണ്ണുമൂക്കും കാണിച്ചതാ. എനിക്ക് ഈ ലേഡീസ് എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാ. എന്തിന്? നിങ്ങളോട് ഈ കാലം വരെ ഒരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടുണ്ടോ? സ്വന്തം വീട്ടിലുള്ള നിങ്ങളോട് മിണ്ടാണ്ടാണ് അന്യ വീട്ടിലുള്ള അവളോട് മിണ്ടാൻ പോകുന്നത്. പോയോ? ഇവിടെ വെച്ചേ ഈ ഏർപ്പാടൊക്കെ നിർത്തുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിലേ ഇത് കൊണ്ട് തട്ടുന്ന പോലെ നിന്നെയും തട്ടും. ഹലോ, എങ്ങോട്ടായി വാണം വിട്ട പോലെ പോകുന്നത്? ബാങ്ക് മാനേജർ ഒന്ന് കാണണം. അവര് മോളിലില്ല, ഇപ്പൊ താഴെയുണ്ട്. ഓ, ആ, നമ്മളാരാ മനസ്സിലായില്ലോ? മിസ്റ്റർ മാലയോഗം. മാലയോഗം എന്ന് വെച്ചാല്? ബ്രോക്കർ. എന്തിന്റെ ബ്രോക്കർ? മാരേജ് ബ്രോക്കർ. അത് ശരി, അല്ല വേറൊന്നുമില്ല. അല്ല, എടാ, നീ ആ കുന്നുംപുറത്തെ കമലാക്ഷിയുടെ മോനെ നല്ല കിളി പോലത്തെ പെണ്ണാന്നും പറഞ്ഞു ഒരുത്തിയെ കൊണ്ട് കൊടുത്തില്ലേ? ഒരാഴ്ച കഴിഞ്ഞപ്പം അവള് വേറൊരുത്തന്റെ കൂടെ പോയി. ഇതാന്നോടാ നിന്റെ കിളി പോലത്തെ പെണ്ണ്? എന്റെ പൊന്ന് ചേച്ചി, ഞാൻ സത്യകേടൊന്നും കാണിച്ചിട്ടില്ല. കിളി ഒരിടത്തും അധിക നേരം ഇരിക്കാറില്ല. മറ്റു വല്ലയിടത്തും നല്ല തീറ്റ കാണുമ്പോ അത് അങ്ങോട്ട് പറന്നു പോകും. പിന്നെ ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഹലോ, എന്താ പ്രശ്നം? കുട്ടിയെ കാണാൻ വന്നതാ. കുട്ടിയോ? ആ, കുട്ടി ഇവിടെ അല്ല, മേള. ആ കുട്ടിയല്ല, ഇവിടത്തെ കുട്ടി, പെൺകുട്ടി. പെൺകുട്ടിയോ? ആ, എന്നെ മനസ്സിലായില്ലേ? മിസ്റ്റർ മാലയോഗം, മാരേജ് ബ്രോക്കർ. അത് ശരി. ഇരുന്നാട്ടെ ഇരുന്നാട്ടെ, എനിക്ക് ആളെ മനസ്സിലായില്ല. ആ, പിന്നെ
കുട്ടിയുടെ ജാതകം ഫോട്ടോ ഒന്ന് വേണം. ഒരു ഡോക്ടർ ഉണ്ട് അമേരിക്കയിലാ. ഡോക്ടർ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ സാർ. ഇയാൾ എഞ്ചിനീയറാ, ഇറാഖിലാ, എണ്ണ കമ്പനിയിലാ ജോലി. പുള്ളിക്കാരൻ വിചാരിച്ച ഡീസലും പെട്രോളൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടും. ഇത് IAS ജോർദാനിലാ. IAS ജോർദാനിലോ? ഇവിടെ IAS കിട്ടാത്തോണ്ട് ജോർദാനിൽ പോയെന്ന് മാത്രം. വലിയ ചിന്തയിലാണല്ലോ. അത് പെണ്ണ് കെട്ടാത്തിന്റെ വിഷമമാ. ഇയാൾ ആഫ്രിക്കയിലാ. ആദിവാസിയെ പോലെ ഉണ്ടല്ലോ ഗെറ്റപ്പ്. വാലും കൂടെ വെച്ചാ കൊരകനെ പോലെയാവും. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല സാറേ, ആള് നല്ല സുന്ദര കുട്ടപ്പനാ. പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് ഇതിലേത് വേണമെങ്കിലും സാറിന് പെങ്ങൾക്ക് യോജിക്കും. ഞാൻ പെങ്ങളോടൊന്ന് ചോദിക്കാം. പെങ്ങളെ പെങ്ങളെ വലിയ നാണക്കാരിയാ. എല്ലാ പെമ്പിളരും അങ്ങനെയാ. ഇതിലാരെയാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത് നോക്ക്. എല്ലാം ചേട്ടന്റെ ഇഷ്ടം. കണ്ടോ, ഇതാണ് തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടികൾ. ഇതിലേതാ വേണ്ടത്? ഏത് വേണമെങ്കിലും താൻ സെലക്ട് ചെയ്തു. എല്ലാം തനിക്ക് വിട്ടുവന്നില്ല. അപ്പോ ആ ഫോട്ടോയും ജാതകം ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അയ്യോ, ജാതകമില്ല. ഫോട്ടോ വേണമെങ്കിൽ നീ ആ ഫോട്ടോ എടുത്തേ. ഫോട്ടോ ഇപ്പൊ കിട്ടും. ഇത് കല്യാണ ഫോട്ടോ. അപ്പൊ ഡൈവേഴ്സി ആയിരിക്കും. അതെ, കല്യാണ ഫോട്ടോ തന്നെയാണ്. ഇരി, 6 മാസമായുള്ള കല്യാണം കഴിച്ചിട്ട് അതിനു മുമ്പ് തനിക്ക് അവളെ ഡൈവേഴ്സിയാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ റോഡിൽ കൂടി കാണാൻ കൊള്ളാവുന്ന പെമ്പിളരെ കണ്ടാൽ മിണ്ടിപ്പോരുത്. ചായ 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 കുടിച്ചോളാം. ഈ ഏരിയയില് അമ്മമ്മയുടെ